എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 28 പ്രസിദ്ധീകരിക്കും. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ ഓപ്ഷനുകൾ, അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ഡിലീറ്റ് ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിങ്ങൾ നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതായത് ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 28 തീയതിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇന്നാണ്, അതായത് 26 തീയതിയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം, അതായത് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തി, അതായത് ഒരു ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് കരുതുക. അതായത് 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററിയോ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഹയർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷനിലേക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ ലഭിച്ച സീറ്റ് പോവുകയും ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. എന്നാൽ നിങ്ങൾക്ക് ഈ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ അഡ്മിഷൻ നേടി അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ട് മറ്റൊരു കോളേജിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നതല്ല. ആ ഒരു പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇവിടെയാണ് കിട്ടിയതെങ്കിൽ അവിടെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതായത് ഈ ഒരു നിങ്ങൾക്ക് പുതുതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ ദർ ഈസ് നോ നീഡ് ടു ക്യാൻസൽ ഹയർ ഓപ്ഷൻ ഫോർ കാൻഡിഡേറ്റ് ഹു ഹാവ് ടേക്കൺ പെർമനൻറ്റ് അഡ്മിഷൻ. അതായത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ പെർമനൻ്റ് അല്ല, താൽക്കാലിക അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതുള്ളൂ. കാരണം പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ ഹയർ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ ദ അലോട്ട്മെൻറ്റ് ഈസ് ഡൺ സോൾലി based the details given the candidate online application, any discrepancy online details furnished. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ആ ഒരു പറഞ്ഞ ഡോക്യുമെൻറ്റ് അതായത് അവിടെ അഡ്മിഷനായിട്ട് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു MG യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നിർബന്ധമല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.